പച്ച മാങ്ങ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കുറേ കാലം കേടാവാതെ കിട്ടുകയും ചെയ്യും. ഇപ്പം പച്ചമാങ്ങയുടെയൊക്കെ സീസണാണ്, നമുക്ക് ഒരുപാട് വീട്ടിൽ കാണുമല്ലേ. ആ ടൈമിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇങ്ങനൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് മറ്റ് കറികളൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. ഇപ്പം നമ്മൾ വീട് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ നമ്മൾ വിനീഗറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി നല്ല തുണി കൊണ്ട് തുടച്ചെടുക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ലേ. അതിനുശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്യാണ്, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, സാധനങ്ങളൊന്നും ഒട്ടും വെള്ളമില്ല എന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തുക. നന്നായിട്ട് ഉണങ്ങിയ പാത്രങ്ങൾ എടുക്കുക. പിന്നെ നമ്മളിനി ചെയ്യുന്നത് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തത്. പക്ഷേ ഇത് മുഴുവൻ നമുക്ക് വേണ്ട, ഇതൊന്ന് പൊടിക്കാനുള്ള എളുപ്പത്തിനാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നല്ലെണ്ണയോ എള്ളെണ്ണയോ തന്നെ എടുക്കുക കേട്ടോ, വെളിച്ചെണ്ണയോ ഓയിലൊന്നും എടുക്കരുത്. എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പച്ചമാങ്ങ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒരുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ടാവും. ഇത്ര മതിയാവും എണ്ണ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എണ്ണ ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല, നല്ല ചൂടുള്ള എണ്ണയാണ്. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കരുത്. ഇനി ഈ ചൂട് എണ്ണയിൽ തന്നെ മുളകൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുകും ഉലുവയും ഉണ്ടല്ലോ, അതിൻ്റെ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, അത്രയൊക്കെ മതിയാവും. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴൊന്നും നമ്മൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല, ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി പക്ഷേ ഇപ്പം കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റൊന്നും തോന്നണമെന്നില്ല, പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോഴേക്കാണ് ഈ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പും കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ അച്ചാറൊക്കെ ഇട്ട പോലെ തന്നെയാണ്, ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ലുപാത്രത്തിലോ അല്ലെങ്കിൽ ബോട്ടിലിലോ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എടുക്കുന്ന സമയത്ത് സ്പൂണൊന്നും ഒട്ടും നനവൊന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുറേ കാലം വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എള്ളെണ്ണ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ടും കേടാവില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.